സ്പോർട്സ് പിച്ച് പ്രേക്ഷകരെ നമസ്കാരം. നമ്മുടെ സഞ്ജു സാംസണിന്റെ ഫാൻ ബേസ് അനുദിനം കൂടിക്കൂടി വരികയാണ്. അത് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരിൽ മാത്രമല്ല, ക്രിക്കറ്റിനെ വളരെ വിശദമായി അനലൈസ് ചെയ്യുന്നവരിലും അതുപോലെ തന്നെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊഫഷണൽ താരങ്ങളിലും മുൻ ക്രിക്കറ്റ് താരങ്ങളിലുമെല്ലാം ഈ ആരാധന ഇപ്പോൾ പൊട്ടിമുളച്ചിട്ടുണ്ട്. അവർ പറയുന്നത് ഇത്തരത്തിൽ ഒരു സ്വതസിദ്ധമായ ഒരു മാജിക്കൽ ബാറ്റിംഗ് വളരെ റെയറാണ് എന്നാണ്. സഞ്ജു സാംസണിന്റെ ഓരോ മികച്ച ഇന്നിങ്സ് പിറക്കുമ്പോഴും അവരിലുള്ളിലെ ആ ഒരു ആരാധകൻ പുറത്തു വരികയാണ്. അതിനനുസരിച്ച് അവർ സഞ്ജു സാംസണിന് വേണ്ടി ഡിഫെൻഡ് ചെയ്യുകയാണ് നമ്മുടെ BCCയോടും മറ്റും. അതും ആലോചിച്ച് നോക്കണം, ഇന്ത്യയിലുള്ളവർ മാത്രമല്ല, ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരങ്ങൾ, ഇംഗ്ലണ്ട് ക്രിക്കറ്റ് താരങ്ങൾ, മുൻ താരങ്ങളെല്ലാം സഞ്ജു സാംസണിനെ ബാക്ക് ചെയ്യുന്നത് പോലെ മറ്റാരും ചെയ്യുന്നതായി ഈ സമീപകാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല. സഞ്ജുവിനെ ODI, ടെസ്റ്റ്, മറ്റു ഫോർമാറ്റുകളിലെല്ലാം എടുക്കാത്തത് ഇന്ത്യയുടെ നഷ്ടമാണെന്നാണ് പറയുന്നത്. സഞ്ജുവിൻ്റെ ഒരു പീക്ക് ടൈം, അതായത് 20കളിൽ സഞ്ജുവിനെ പ്രയോജനപ്പെടുത്താൻ സാധിക്കാത്തത് ശരിക്കും ഇന്ത്യൻ ക്രിക്കറ്റിന് തന്നെ ഒരു നഷ്ടമായിട്ടാണ് അവർ പറയുന്നത്. ആ ഒരു കൂട്ടത്തിൽ ഇപ്പോൾ ആരോൺ ഫിഞ്ച്, നമുക്കറിയാം, ഓസ്ട്രേലിയയുടെ പ്രശസ്തനായ കളിക്കാരൻ ആരോൺ ഫിഞ്ചിന്റെ, അദ്ദേഹം ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റൻ കൂടിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് 2026 IPL ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മഞ്ഞക്കുപ്പായത്തിൽ സഞ്ജു കളത്തിലിറങ്ങിയത് ചെന്നൈയുടെ സൗഭാഗ്യമാണ് എന്നാണ്. എന്നാൽ ആദ്യമേ തന്നെ ഒരുപാട് വിമർശകർ അദ്ദേഹത്തെ ചെന്നൈ കുപ്പായത്തിൽ കണ്ടപ്പോൾ ജഡേജയെ മാറ്റി സഞ്ജുവിനെ എന്തിനെടുത്തു എന്നെല്ലാം ചോദിച്ച് ഒരുപാട് കുറ്റങ്ങളും വിമർശനങ്ങളും പറഞ്ഞിരുന്നു. എന്നാൽ ആ 18 കോടി പാഴായോ എന്ന് ചോദിച്ചവർക്ക് മുമ്പിൽ IPL ചരിത്രത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ട്രേഡാക്കി അത് മാറ്റുകയാണ് സഞ്ജു ചെയ്യുന്നത്. ഇപ്പോൾ മുൻ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ ആരോൺ ഫിഞ്ച് പറയുന്നത്, സഞ്ജുവിന്റെ തുടക്കത്തിലെ പരാജയങ്ങളിൽ പരിഭ്രാന്തരായവർക്ക് ഇപ്പോൾ ആരാണ് സഞ്ജു എന്ന് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ്. സഞ്ജു ആദ്യ 2 മത്സരങ്ങളിൽ പരാജയപ്പെട്ടപ്പോൾ വലിയൊരു വിഭാഗം ആളുകൾ പരിഭ്രാന്തരായി. ചെന്നൈ എന്ത് പണിയാണ് കാണിച്ചത് എന്ന് വരെ ആളുകൾ ചോദിച്ചു തുടങ്ങി. എന്നാൽ ഓർക്കുക, T20 ക്രിക്കറ്റിൽ 2 മത്സരങ്ങൾ എന്നത് ഒന്നുമല്ല. ഒരു സീസണിൽ ഉടനീളം സുസ്ഥിരതയോടെ കളിക്കുക എന്നത് ഏതൊരു താരത്തിനും അസാധ്യമായ കാര്യമാണ്. ഒരു പുതിയ ഫ്രാഞ്ചൈസിയിലേക്ക് മാറുമ്പോൾ, പ്രത്യേകിച്ച് രവീന്ദ്ര ജഡേജയെ പോലൊരു സൂപ്പർ താരത്തെ കൈമാറിയാണ് സഞ്ജുവിനെ കൊണ്ടുവന്നതെങ്കിൽ ആ കളിക്കാരന് മേലുള്ള സമ്മർദ്ദം നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമായിരിക്കും. ആ സമ്മർദ്ദത്തെ അതിജീവിച്ച് സഞ്ജു എന്ന് കളിക്കുന്നത് മറ്റൊരു ലെവലിലാണ്. ആരോൺ ഫിഞ്ച് കൂട്ടിച്ചേർക്കുന്നു. 2026 T20 ലോകകപ്പിൽ ഇന്ത്യയെ കിരീടത്തിലേക്ക് നയിച്ചതിൽ സഞ്ജുവിന്റെ പങ്ക് നിർണായകമായിരുന്നു. ഫൈനലിൽ ന്യൂസിലാൻഡിനെതിരെ 89 റൺസും ടൂർണമെന്റിലുടനീളം പുലർത്തിയ ക്ലാസും സ്ഥിരതയും ഇന്നും ആരാധകർക്ക് ആവേശം നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ സഞ്ജുവിന്റെ ഓരോ ഇന്നിങ്സുകളും ചെന്നൈ സൂപ്പർ കിങ്സിന് അത്രത്തോളം വലിയ ഊർജവും സെമിഫൈനൽ സാധ്യതയുമാണ് ഊട്ടിയുറപ്പിക്കുന്നത്. സഞ്ജു ഉണ്ടെങ്കിൽ കപ്പ് വരെ നേടാം എന്ന ആത്മവിശ്വാസം വെച്ചാലും ഒട്ടും അതിശയോക്തിയില്ല. ആരോൺ ഫിഞ്ച് പറഞ്ഞു നിർത്തുന്നു, ഇത്തരത്തിലൊരു കളിക്കാരനെ കിട്ടിയത് തന്നെയാണ് ചെന്നൈയുടെ ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന്. തീർച്ചയായും സീസണിന്റെ തുടക്കത്തിൽ സിംഗിൾ ഡിജിറ്റിൽ പുറത്തായ സഞ്ജു പിന്നീട് നടത്തിയ തിരിച്ചുവരവ് അവിശ്വസനീയവും പഠനവിധേയവുമാണ്. ഏതൊരാൾക്കും ഒരു മോട്ടിവേഷൻ നൽകുന്ന ഒന്നാണ്. ഡൽഹി ക്യാപിറ്റൽസിനെതിരെ 115 റൺസ്, മുംബൈ ഇന്ത്യൻസിനെതിരെ വാങ്കഡയിൽ നേടിയ 101 റൺസ്, അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ വീണ്ടും 87 റൺസ്. നേരത്തെ ചെന്നൈയിൽ ഹോം ഗ്രൗണ്ടിലായിരുന്നെങ്കിൽ ഇപ്പോൾ
ഡൽഹിയുടെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ സഞ്ജു തകർത്താടുകയാണ് ഉണ്ടായത്. അങ്ങനെ മറ്റൊരു റെക്കോർഡ് കൂടിയുണ്ട്. അതായത് ഡൽഹിക്കെതിരെ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ബാറ്റ്സ്മാൻ എന്നൊരു റെക്കോർഡ്. അതിൽ 3-ാം സ്ഥാനത്താണ് സഞ്ജു. വിരാട് കോഹ്ലി, KL രാഹുലൊക്കെയുള്ള ലിസ്റ്റാണ്. 2 കളികളിൽ ഒരു ടീമിനെതിരെ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരം എന്ന ഒരു റെക്കോർഡിൽ 3-ാം സ്ഥാനത്താണ് സഞ്ജു. 209 റൺസോടെ വിരാട് കോഹ്ലിയാണ് ഒന്നാമത്. സഞ്ജുവിന് 202 KL രാഹുലിന് 204. അപ്പോൾ സഞ്ജുവിനെ സംശയത്തോടെ നോക്കുന്നവർക്ക് എപ്പോഴും നല്ലൊരു മറുപടി നൽകിയാണ് സഞ്ജു തൻ്റെ ബാറ്റ് കൊണ്ട് പെർഫോം ചെയ്യുക. അത്തരത്തിൽ നമ്മൾ എപ്പോഴും പറയും ഫോം ഈസ് ടെമ്പററി ബട്ട് ക്ലാസ് ഈസ് പെർമനന്റ് എന്ന്. സഞ്ജുവിൻ്റെ കാര്യത്തിൽ അത് വളരെ സത്യമാണ്. അങ്ങനെ സഞ്ജുവിനെ എതിരെ വിമർശനങ്ങൾ ഒരുപാട് ഉയർത്താൻ ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം മിണ്ടാട്ടം മുട്ടിയിരിക്കുന്നത് സഞ്ജുവിൻ്റെ ഈ പെർഫോമൻസ് കണ്ടുകൊണ്ടാണ്. ഇനിയും സഞ്ജു സ്ഥിരമായി, അതായത് വേൾഡ് കപ്പിലൊക്കെ കളിച്ചതുപോലെ അടുപ്പിച്ചടുപ്പിച്ച് ഇനി നിർണായക കളികൾ വരികയാണ്. അതിലെല്ലാ കളികളിലും ഒട്ടും മാജിക്കൽ, അത് സഞ്ജുവിൻ്റെ ഒരു സ്വതസിദ്ധമായ ഒരു ശൈലിയിൽ സഞ്ജുവിന് എല്ലാ കളികളിലും മികച്ച റൺസ് നേടാൻ സാധിക്കട്ടെ. ഇനിയും പഴയ പോലെ 1 ഡിജിറ്റിലും 2 ഡിജിറ്റിലും വളരെ ചെറിയ സ്കോറിലൊന്നും സഞ്ജു ഔട്ടാവാതെ ഇരിക്കട്ടെ. സഞ്ജുവിന് മാക്സിമം റൺസ് നേടാൻ സാധിക്കട്ടെ. ഓരോ കളികളിലും സഞ്ജുവിന് മിന്നിത്തിളങ്ങാൻ, സെഞ്ചുറികൾ അടിക്കാൻ, IPL ഞെട്ടിക്കാൻ സഞ്ജു സാംസണ് കഴിയട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഞങ്ങളുടെ കണ്ടന്റിന് മേലുള്ള വിമർശനങ്ങളും നല്ല വാക്കുകളും എല്ലാം ഞങ്ങൾക്ക് ഊർജമാണ്, ഈ ചാനലിൻ്റെ വളർച്ചയ്ക്ക് സഹായകരമാണ്. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, പിന്തുണയ്ക്കുക. താങ്ക് യു സോ മച്ച്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വളരെ മൂല്യമുള്ള അർത്ഥവത്തായ കഥകൾക്കും വീഡിയോകൾക്കും വേണ്ടി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.